ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു തകാസുർ ആയത് നമ്പർ 2, വിവരണം 1. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ. സൂറത്ത് തകാസുറിലെ 2ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത്. 1ാമത്തെ ആയത്തിൽ അൽഹാകുമുത് തകാസുർ, അതിന്റെ പദാനുപദ വിവരണങ്ങളും അല്പം വിശദീകരണവും ഒക്കെ നാം കേട്ട് കഴിഞ്ഞു. അൽഹാകുമുത് തകാസുർ, പരസ്പരം കരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെ. ഇതിലെ പദാനുപദ അർത്ഥം നോക്കാം. ഹത്ത എന്നതാണ് ഒരു കലിമത്ത്. ഇത് നമ്മൾ പുതിയതായി പഠിക്കാൻ പോകുന്ന ഒരു കലിമത്താണ്. ഹത്ത, വരെ എന്നാണ് അതിന്റെ അർത്ഥം. ഹത്ത, വരെ. ഹർഫാണ് ഹത്ത എന്നത്. ഇവിടെ സുർത്തും, സുർത്തും നിങ്ങൾ സന്ദർശിച്ചു, മാലിയായ ഫിഅലാണ്. നിങ്ങൾ സന്ദർശിച്ചു. സാറ യസൂറു, സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു, അതിന്റെ മുദാരി യസൂറു. അതിന്റെ മസ്ദർ സിയാറത്ത്, കേട്ടുപരിചയമുള്ള പദമാണ്. സുർത്തും, നിങ്ങൾ സന്ദർശിച്ചു. അത് സാറ എന്ന ക്രിയയുടെ 14 രൂപങ്ങൾ. അതിലൂടെ നാം കടന്നു പോകുമ്പോൾ സുർത്തും എന്നതിലെത്താം. സാറ എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ സന്ദർശിച്ചു എന്നാണെങ്കിൽ, സുർത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്ദർശിച്ചു എന്നാണ്. ഹത്ത, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. സാറ യസൂറു സിയാറത്ത്. സന്ദർശകന് സായിർ എന്നാണ് പറയുക. സായിർ, സായിർ. അതിന്റെ ബഹുവചനം സായിറൂൻ, സന്ദർശകർ. അപ്പൊ ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അടുത്ത പദം അൽ മഖാബിർ. മഖാബിർ എന്നത് ബഹുവചനമാണ്, ജംആണ്. അർത്ഥം ശ്മശാനങ്ങൾ. ശ്മശാനങ്ങൾ എന്ന് നമ്മൾ ആയത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞു. ശവക്കുഴികൾ, ശവക്കല്ലറകൾ, അതാണ് മഖാബിർ എന്ന ബഹുവചനത്തിന്റെ അർത്ഥം. അതിന്റെ ഏകവചനം മഖ്ബറത്ത്. മഖ്ബറത്തിന്റെ ബഹുവചനമാണ് മഖാബിർ. മഖ്ബറത്ത്, മഖാബിർ. ക്രിയാരൂപം ഖബറ എന്നാണ്. ഖബറ മാലിയായ ഫീലാണ്. അതിന്റെ മുദാരി യഖ്ബുറു. ഖബറൻ. ഖബറ എന്ന് പറഞ്ഞാൽ അർത്ഥം മറമാടി എന്നാണ്. ദഫന. ഖബറൽ മയ്യിത എന്ന് പറഞ്ഞാൽ ദഫനൽ മയ്യിത. ഇപ്പൊ മണ്ണിൽ മൂടുന്നതിന് ആണ് ഇവിടെ ഖബറ എന്ന പദം ക്രിയാരൂപത്തിൽ. അതിന്റെ അർത്ഥം ദഫന എന്നാണ്, മറമാടി എന്നാണ് അർത്ഥം. ഖബറുൻ, നമുക്ക് പരിചയമുള്ള പദമാണ് ഖബർ. അതിന്റെ ബഹുവചനം ഖുബൂർ. ഖബറുൻ, ഖുബൂറുൻ. മയ്യത്ത് മറമാടുന്ന ഇടത്തിനാണ്, സ്ഥലത്തിനാണ് ഖബർ എന്ന് പറയുക. മഖാബിർ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അതായത് മക്കാനു ദഫൻ, മറമാടുന്ന ഇടം.
മൃതശരീരം മയ്യത്ത് കൊണ്ടുവെക്കുന്ന സ്ഥലം, അതിനാണ് മക്ബറത്ത് എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് മക്കാബിർ. അദാബുൽ ഖബർ, ഖബർ ശിക്ഷ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ടല്ലോ. അത് മനുഷ്യന്റെ പരലോക ജീവിതത്തിനും ഇഹലോക ജീവിതത്തിനും ഇടയിലുള്ള ഇടത്താവളം. ഖബറിലെ ജീവിതം, ബർസഖി ജീവിതം എന്നും അതിന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങള് മക്കാബിറുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള, നാം കേട്ട് പരിചയിച്ച ചില പദങ്ങൾ പരിചയപ്പെടുത്തി എന്ന് മാത്രം. നമ്മൾ ആയത്തിൽ വന്നിട്ടുള്ളത് മക്കാബിർ എന്ന പദമാണ്. ശവക്കുഴികൾക്കാണ്, മയ്യത്ത് കൊണ്ടുവെക്കുന്ന സ്ഥലങ്ങൾക്കാണ് മക്കാബിർ എന്ന് പറയുക. മക്ബറത്തിന്റെ ബഹുവചനമാണ് മക്കാബിർ. അപ്പൊ ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അൽ മക്കാബിർ, മക്ബറകളെ. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ആയത്തിന്റെ വാക്കർത്ഥം മാത്രമാണ് പരിശോധിച്ചിട്ടുള്ളത്. വിശദീകരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഒന്നും കൂടി ആയത്തിന്റെ അർത്ഥം, ഹത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ ശ്മശാനങ്ങൾ അല്ലെങ്കിൽ ശവക്കുഴികൾ സന്ദർശിക്കുന്നത് വരെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.